ചില ബന്ധങ്ങളും ചില ആളുകളും എപ്പോഴും വ്യത്യസ്തരായിരിക്കും. നമുക്ക് അത്ഭുതം തോന്നിപ്പോവും, ഇവരിതെങ്ങനെ ഇത്ര പെട്ടെന്ന് മാറിപ്പോകുന്നതെന്ന്. അതായത് ഞാൻ ഒരു ട്യൂഷൻ സെൻ്ററിൽ പഠിപ്പിക്കാൻ പോയി, അവിടെ നിന്ന് മാറി. അപ്പോൾ അവിടേക്ക് ഞങ്ങളുടെ ഈ നാട്ടിൽ നിന്ന് ഈ നാട് വഴി, അതായത് ഞങ്ങളുടെ ഇതുവഴിയുള്ള റോഡിൽ കൂടെ പോകുന്ന 2-3 ടീച്ചേഴ്സുണ്ട്. അപ്പം അതിൽ ഒരു ടീച്ചർ ഞാനിങ്ങനെ സൈക്കിളിൽ പോകുന്നത് കാണുമ്പം, ഞാൻ അവിടേക്ക് സൈക്കിളിലാണ് പോകുന്നത് കാണുമ്പോൾ ഈ ടീച്ചർ പുറകെ വണ്ടിയിലാണ് വരുന്നത്. ടീച്ചർ അങ്ങ് ഭയങ്കര ഹോണടിയാണ്. ഞാൻ നോക്കുന്നിടം വരെ. അപ്പോൾ ഞാനിങ്ങനെ കൈയൊക്കെ ഇട്ട് കൈ കാണിക്കും, അല്ലെങ്കിൽ തല അനക്കൊക്കെ ചെയ്യും. അപ്പോൾ അത്രയും നേരം ടീച്ചർ ഇങ്ങനെ സ്ലോയി വന്നിട്ട് ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ കരുതി ഒറ്റ ദിവസം നമ്മൾ ചെന്നെങ്കിലും പിറ്റേ ദിവസം തൊട്ട് നമ്മളെ കാണുമ്പം ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അത് പോകുമ്പോഴായാലും തിരിച്ച് ഞാനിങ്ങോട്ട് വരുന്ന സമയത്താണേലും ടീച്ചർ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നെ ടീച്ചർ വണ്ടിയല്ല വരുന്നത്, ഹോൺ അടിക്കും. അങ്ങനെ എന്താണ്. അപ്പം ഭയങ്കര കാര്യമായിട്ടൊക്കെ സംസാരിച്ചു. ഞാൻ ഓർത്താൽ കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം അവിടുത്തെ സാറും ടീച്ചറും കൂടെ കാറിലാണ് പോകുന്നത്. ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പം കാറിലിങ്ങനെ എന്നെ കണ്ടിട്ടുണ്ട്, പക്ഷേ അങ്ങനെ നമ്മളെ വിളിക്കുക. അതിൻ്റെ കാറിനകത്തിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് എന്തോ നമ്മൾ ചിലപ്പോൾ ഒന്ന് ഹോൺ അടിച്ചല്ലേ, പക്ഷേ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പക്ഷേ അങ്ങനെ പോകും. അപ്പോൾ ഞാനൊരു ദിവസം ക്ലാസ്സിൽ വന്ന് ടീച്ചർ എന്തായാലും എവിടെ വെച്ച് കണ്ടാലും ഇങ്ങനെ ഹോൺ അടിച്ച് വിളിക്കും അല്ലേ. അപ്പോൾ സാറിൻ്റെ വൈഫ് പറഞ്ഞു, അതെ ഞങ്ങളിങ്ങനെ കാറിലിങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ച് പറഞ്ഞായിരിക്കും വരുന്നത്, അതുകൊണ്ട് ശ്രദ്ധിക്കത്തില്ല ടീച്ചറെന്ന്. ഞാൻ പറഞ്ഞു, സാർ അങ്ങനെയല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, അതൊക്കെ ഓരോരുത്തരുടെയും രീതി. അല്ലെങ്കിൽ ചിലർ നമ്മൾ ഇങ്ങനെ ഓർത്തുകൊണ്ടായിരിക്കും നമ്മൾ വഴിയിൽ ആരെ കണ്ടെന്ന് പോലും നമ്മൾ മറന്നു പോകും. പക്ഷേ ടീച്ചർ ഇങ്ങനെ ശ്രദ്ധിക്കും. അത് മാത്രമല്ല, ഒരു ഹോൺ അടിക്കുന്നതല്ല, കുറേ ഇങ്ങനെ ഹോൺ അടിച്ചു പോകും. പക്ഷേ വേറെ ടീച്ചറുണ്ട് അങ്ങനെ ഹോൺ അടിക്കുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ആ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചർ ഈ വണ്ടിയെ പോകുമ്പോൾ ഞാൻ എത്ര പ്രാവശ്യം കാണുന്നുണ്ട്, പക്ഷേ ടീച്ചർ എന്നെ ഒന്നും മൈൻഡ് ചെയ്യത്തില്ല. അയ്യോ ശ്രദ്ധിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നല്ല കാര്യം, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിക്കുന്നതാണല്ലോ നല്ലത്. അങ്ങനെ പറഞ്ഞു. അപ്പം മറ്റേ ടീച്ചർ പറഞ്ഞു, ഞാൻ ഹോൺ അടിച്ചില്ലെങ്കിൽ അത് എൻ്റെ അടുക്ക വന്ന് ചോദിക്കും ക്ലാസ്സിൽ പിള്ളേർ, എന്തായിരുന്നു ടീച്ചർ ഞങ്ങൾ കണ്ടിട്ട് ഹോൺ അടിച്ചില്ലല്ലോ എന്ന് ചോദിക്കും, തിരക്കി വന്ന് ബഹളം വയ്ക്കും, അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങ് എല്ലാവരെയും കാണുമ്പോൾ ഹോൺ അടിക്കും എന്നൊക്കെ പറഞ്ഞേ. അപ്പം ഞാൻ ഓർത്തു നല്ല കാര്യം എന്ന് പറയും. ഇപ്പം ഞാനാണെങ്കിലും റോഡിൽ കൂടെ പോകുമ്പോൾ ചില കുട്ടികൾ നമ്മളെ കൊണ്ട് ഭയങ്കര സ്നേഹമുള്ള ടീച്ചറേന്ന് വിളിക്കും. നമ്മൾ കേട്ടില്ല, ടീച്ചറേ എന്നൊക്കെ പറഞ്ഞാൽ ഒച്ചത്തിൽ വിളിക്കും. ചിലർ മിണ്ടത്തില്ല. അങ്ങനെ 2 തരത്തിലുള്ള ആളുണ്ട്. അതുപോലെ തന്നെ ഈ ടീച്ചേഴ്സും 2 തരത്തിലാണ്. ഞാൻ പറഞ്ഞ നല്ല കാര്യം, അങ്ങനെ സംസാരിച്ച് അങ്ങനെ പോകും. പിന്നെ നമ്മൾ അപ്പോഴും നമ്മളെ കാണുമ്പോൾ അപ്പം ഹോൺ അടിക്കും, നമുക്ക് സന്തോഷം, അവർക്ക് സന്തോഷം. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ അവിടുത്തെ ജോലിയൊക്കെ മതിയാക്കി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ എന്നെ ആരാണോ ഹോൺ അടിച്ച് വിഷ് ചെയ്യാത്ത ടീച്ചർ, ആ ടീച്ചർ എന്നെ കണ്ടിട്ട് വണ്ടി നിർത്തിയിട്ട് എന്നോട് കുറേ നേരം സംസാരിച്ചെങ്കിൽ ടീച്ചറിനെ വീട്ടിൽ ചെന്നിട്ട് വേറൊരു ടീച്ചറിന് സ്വന്തമായിട്ട് സ്ഥാപനമൊക്കെ ഉണ്ട്, അവിടെ പഠിപ്പിക്കാൻ പോകേണ്ടതാണ്. പക്ഷേ ടീച്ചർ എന്നെ കണ്ട് നിർത്തി കുറേയധികം കാര്യങ്ങൾ ചോദിച്ച് എന്താണ് കാര്യങ്ങളെല്ലാം തിരക്കിയതിന് ശേഷം എനിക്ക് ശരി ടീച്ചർ പൊയ്ക്കോ എന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്തുനിന്ന് പോയത്. ഇതേ സമയത്ത് ഞങ്ങൾ രണ്ടോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ മറ്റേ ടീച്ചർ ഞങ്ങളെ പാസ് ചെയ്തു കുറച്ച് ഫ്രണ്ടിലോട്ട് മാറി നിർത്തിയിട്ട് തിരിഞ്ഞ് നോക്കി ചിരിച്ചിട്ട് എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് ഞാൻ ഈ ടീച്ചറിനെ കാണുന്നുണ്ട്, എന്നെ ഹോൺ അടിച്ച് വിഷ് ചെയ്തുകൊണ്ടിരുന്ന ടീച്ചറിനെ പിന്നീട് ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ടീച്ചറിനെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ടീച്ചർ ഞാൻ അവിടുത്തെ അവിടുത്തെ ജോലി കഴിഞ്ഞതിന് ശേഷം ഇതുവരെയും ടീച്ചർ എന്നെ കണ്ടിട്ട്, ഞാൻ നടന്നു പോകുന്ന കണ്ടിട്ട് എന്നെ ഹോൺ അടിക്കുകയോ അല്ലെങ്കിൽ ടീച്ചറാന്ന് വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മളൊരാളെ കാണുമ്പോൾ നമുക്ക് ആളുടെ ഒരു പുറകെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും രൂപം കാണുമ്പോൾ നമുക്ക് മനസ്സിലായത് ഇന്ന ആളാണ് പോകുന്നതെന്ന്. ഒരിക്കലും ഞാനങ്ങനെ നടന്നു പോകുന്നത് കണ്ടിട്ട് അങ്ങനെ എന്നെ കാണാത്തതോ അല്ലെ മനസ്സിലാവാത്തതോ അല്ല അല്ലേ. അപ്പം എനിക്ക് തോന്നിയത് എന്നെ കണ്ടിട്ട് മനസ്സിലാവാഞ്ഞിട്ടല്ല എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും പിന്നീട് പല പ്രാവശ്യവും ഞാൻ ആ ടീച്ചറിനെ കാണുന്നുണ്ട്, ടീച്ചർ എന്നെ കാണുന്നുണ്ടായിരിക്കാം, പക്ഷേ ടീച്ചർ എനിക്ക് ഹോൺ അടിച്ച് എന്നെ വിളിച്ചിട്ടില്ല. പക്ഷേ ഞാൻ അവിടുത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്നെ നേരത്തെ വിഷ് ചെയ്യാതിരുന്ന ഹോൺ അടിക്കാത്ത ടീച്ചർ ഇപ്പം ഞാൻ പോകുന്ന കാണുമ്പോൾ എന്നെ ഒരു ഹോൺ അടിക്കും, എന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കാണിക്കും. ഞാനപ്പോൾ തലയാട്ടം ഗ്ലാസ്സിൽ കൂടെ കാണാമല്ലോ. അപ്പം
അപ്പം ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, എന്താണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതെന്ന് വെച്ചാൽ, നമ്മളുള്ളപ്പോൾ ഒന്ന്, ഇല്ലാത്തപ്പോൾ മറ്റൊന്നാണോ ചിന്താഗതി എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ആ ടീച്ചർ അങ്ങനെയൊന്നും ആയിരിക്കില്ലായിരിക്കാം, ചിലപ്പോൾ എന്നെ കാണുന്നില്ലായിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചാൽ അത്രേ ഉള്ളൂ. കാരണം മറ്റൊരാൾ എന്നെക്കുറിച്ച് കരുതിയിട്ടാവാം എന്ന് ഞാൻ തീരുമാനിക്കുന്നത് അതാണ് എൻ്റെ ശരി. അല്ലാതെ അവരുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഞാൻ വിചാരിക്കുന്ന ടീച്ചർ ചിലപ്പം എന്നെ മനസ്സിലായി കാണില്ല. ഞാൻ സാധാരണ സൈക്കിളല്ലേ പോകുന്നത്, അപ്പം നടന്നു പോകുന്നതുകൊണ്ട് ചിലപ്പോൾ മനസ്സിലായി കാണില്ലായിരിക്കും. പക്ഷേ ഇവിടെയൊക്കെ ഞാൻ നടന്നു പോകാറാണ്. പിന്നെ ഇനി വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്നും അറിയില്ല. എന്തായാലും അന്ന് വലിയ കാര്യമായിട്ട് ടീച്ചർ എനിക്ക് വിഷയൊക്കെ തന്നു പോയെങ്കിൽ ഇപ്പോൾ അങ്ങനെ ആ ഒരു ഇത് ഞാൻ കാണുന്നില്ല. ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് കാണുമ്പോൾ നമുക്കത് ആ ഒരു അനുഭവമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമ്മളോട് അതുവരെ ഭയങ്കര സ്നേഹത്തോടൊക്കെ ഇടപഴകിയവർ ചില സമയത്താകുമ്പോൾ എന്താ നമ്മളെ കണ്ട ഭാവം നടിക്കാതൊക്കെ പോകുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, ഇതുവരെ എത്ര കാര്യമായിട്ട് നമ്മളോട് നിന്ന്, പക്ഷേ ഇപ്പം കണ്ടോ നമ്മളോട് വലിയ ഇതൊന്നുമില്ല. അതിൻ്റെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നാളെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ നടന്നു പോയപ്പോൾ ഒരു ചേട്ടൻ ഓപ്പോസിറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എന്നെ കണ്ടോന്ന് ചോദിച്ചു, ഇത് നേരത്തെ ആണെന്നോ, എവിടെ പോവാണെന്നോ എന്തോന്നോ ചോദിച്ചു. എവിടെ പോവാന്ന് ചോദിച്ചു. ഞാനപ്പം 4 വശം നോക്കി, കാരണം എനിക്ക് ഈ ചേട്ടനെ ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ 4 വശം ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്നോടാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ട്യൂഷൻ സെൻ്ററിൽ ഇങ്ങനെ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പല ആളുകളും ഞാൻ ഈ ജോലിക്ക് പോകാൻ തുടങ്ങിയതിന് ശേഷം ഇതുവരെ എന്നോട് മിണ്ടാത്തവർ മിണ്ടുന്നുണ്ട്. പലരും ഇങ്ങോട്ട് കയറി ചോദിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, ഭയങ്കര സ്നേഹമായിട്ട് സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് ഒന്നുമില്ലാത്ത ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ പലർക്കും നമ്മളോട് വലിയ താല്പര്യങ്ങളില്ലാത്ത പോലെ, നമ്മളോട് സംസാരിക്കാനായാലും പലരും ഉണ്ട്. എനിക്ക് ഒരുപാട് ആളുകൾ തന്നെ, നമ്മളൊരു ജോലി നമുക്കൊരു വരുമാനമായെന്ന് കാണുമ്പോൾ നമ്മളോട് സ്നേഹം കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഭയങ്കര കാര്യമായിട്ട് നമ്മളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുക. അതുവരെ നമ്മൾ മുഖത്തോട് നോക്കും, ചിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുഖത്തോട് നോക്കുമ്പോൾ നമ്മളുടെ മുഖത്ത് പോലും നോക്കാതെ പോകുന്ന ആൾക്കാരുണ്ട്. അവർ വരെ ഇപ്പം നമ്മളൊന്ന് നോക്കാൻ വേണ്ടി നോക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനൊക്കെ ചെയ്തു, ഈ മനുഷ്യർക്കൊക്കെ ഇത്ര വലിയ മാറ്റമോ, അതെത്ര വലിയ സംഭവമാണോ ഒരു ജോലി എന്നുള്ളത് എനിക്ക് ചില സമയത്ത് തോന്നും. അപ്പം എന്താണെന്നറിയത്തില്ല. അപ്പോൾ ഓരോ മനുഷ്യരുടെയും ചിന്തയിലുണ്ടാകുന്ന വ്യത്യാസം. പക്ഷേ ഇതൊന്നും അല്ലാത്തപ്പോഴും, നമ്മളൊന്നും അല്ലാതിരിക്കുമ്പോഴും നമ്മൾക്കൊരു സ്ഥാനം തരുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്കൊരു ജോലി കിട്ടുമ്പോൾ നമ്മളോട് ഭയങ്കര സ്നേഹം കാണിക്കുന്നതും, ജോലി നഷ്ടപ്പെടുമ്പോൾ ആ ഒരു സ്നേഹം കാണിക്കാതെ വരുന്നതും അല്ലേ. നമ്മളെ ജോലി ഉള്ളപ്പോൾ നമ്മൾ വലിയ സംഭവമായിട്ട് സംസാരിക്കാൻ, അല്ലാത്തപ്പോൾ നമുക്കൊരു വില, ഇതിലൊന്നും ഒരു കാര്യമില്ല. ജോലി കൂലി അതൊക്കെ വ്യത്യസ്തമാണ്, അത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ എപ്പോഴും നമ്മുടെ മനസ്സ് നല്ലൊരു മനുഷ്യനാണോ, നല്ലൊരു വ്യക്തിയാണോ, അതെപ്പോഴും നമ്മൾ ശ്രദ്ധയിൽ വയ്ക്കുക. നമുക്ക് സഹകരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ നല്ലൊരു വ്യക്തിയാണെങ്കിൽ ആ ഒരു ബന്ധം നമ്മൾ നിലനിർത്തി പോവുക എന്നുള്ളതാണ്. അല്ലാതെ സാഹചര്യങ്ങൾക്കനുസരിച്ച് രൂപഭേദം വരുന്ന രീതിയിലുള്ള സ്വഭാവമാണെങ്കിൽ, മനസ്സാണെങ്കിൽ, പിന്നെ നമ്മളതിനെ ആ ഒരു രീതിയിൽ മാത്രം കാണുക. കാരണം ഇന്ന് നമ്മളോട് സംസാരിച്ച് നമ്മളോട് സ്നേഹത്തോടെ പെരുമാറി നമ്മൾ ആ ഒരു സ്നേഹത്തിൽ വിശ്വസിച്ച് പോയാൽ നാളെ അവർ തിരിയും. നമ്മളിൽ എന്തെങ്കിലും മാറ്റം, അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിലോ നമ്മുടെ ജീവിതത്തിലോ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ അവരും മാറും. നമുക്ക് പക്ഷേ എന്താണ്, അവരെ ഉൾക്കൊള്ളാനോ അവരുടെ ആ മാറ്റം ഉൾക്കൊള്ളാനോ നമുക്ക് പറ്റാതെ വരും. നമ്മൾ ഓർക്കും ഇതെന്താ സംഭവിച്ചത് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോകും. നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഷോക്കായിരിക്കും അങ്ങനെയൊക്കെ പെട്ടെന്ന് ഒരാൾ മാറുമ്പോൾ. അപ്പം ഇതാണ് എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് ഇത് പറയണമെന്ന് ഇങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത് ഏതായാലും അത് പറയാം എന്ന് കരുതും. അപ്പം ഞാൻ പക്ഷേ ഓർക്കുന്നത് എന്താണ്, എന്നെക്കാട്ടിലും ഞാനൊരു കുറച്ച് നാൾ പഠിപ്പിച്ചു ഇങ്ങനെ പോകുന്നു. പക്ഷേ ആ സ്ഥാപനത്തിനെ സംബന്ധിച്ച് വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്ന ആളുകളാണ്. അപ്പം അവർ തമ്മിലൊക്കെ നല്ല രീതിയിൽ നിൽക്കട്ടെ എന്നാണ്. പക്ഷേ അവിടെ ആര് നിന്നാലും ഒരു ലിമിറ്റ് ഇട്ട് എങ്ങോട്ടും നിൽക്കരുത്, ആരോടും സംസാരിക്കാനും പോകരുത്, ടീച്ചേഴ്സ് തമ്മിൽ സംസാരിക്കാൻ ഒന്നും വേണ്ട, ഒരു പരിധി. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. അവിടെ ചെന്നിട്ട് സത്യം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കുക, ഞാൻ ഇന്നും ഇങ്ങനെ ചിന്തിച്ചു. കാരണം ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് സാറിൻ്റെ വണ്ടി ഇങ്ങനെ പോകുന്നത് കണ്ട് എനിക്ക് മനസ്സിലായി. ഞാൻ ആ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സാറിൻ്റെ നമ്പർ കാറിൻ്റെ. അപ്പം ഞാനിപ്പോൾ സാറ് പോയപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, സാറാണല്ലോ പോകുന്നത്.
അപ്പം ഞാനങ്ങനെ ആലോചിച്ചു, എന്തിൻ്റെ പേരിലായിരിക്കും ആ ഒരു ചേഞ്ച് വന്നത്. കുട്ടികളോട് ഒത്തിരി അങ്ങ് സ്നേഹത്തോടെ അവരെ ചിരിപ്പിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഈ ജോലി പോകില്ലായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പിന്നെ ഞാൻ ഓർത്ത്, എനിക്ക് തോന്നി, അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി പെട്ടെന്ന് തന്നെ, വേണ്ട അല്ലെങ്കിലും അവിടെ ശരിയാവത്തില്ല എന്നാണ് എനിക്ക് തോന്നിപ്പോയി. കാരണം എന്തോ ഒരു വീർപ്പുമുട്ട് പോലാണ്, നമുക്കൊരു വീർപ്പുമുട്ടൽ പോലെ ഉണ്ടല്ലോ, ഒരു പ്രൈവസി ഇല്ല ഒന്നിലും. എനിക്ക് ഒരു പേടി, എന്തൊക്കെയാണോ അവിടുത്തെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഇതാണ്, നമുക്കൊരു ഭയങ്കര പേടിയോടുകൂടി ക്ലാസ്സിൽ കയറേണ്ടതും ഒക്കെ ഉള്ള ഒരു രീതിയാണ്. ആകെപ്പാടെ ഒരു ഉൾവലിഞ്ഞ് നിൽക്കുന്നത് പോലെ, നമുക്ക് നമ്മുടേതായിട്ടുള്ള കഴിവ് പൂർണ്ണമായിട്ടും പുറത്തെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൊക്കെ പെടുക എന്ന് പറയുന്നില്ല, അതേപോലെയായിരുന്നു അവിടുത്തെ ഒരു സിറ്റുവേഷൻ. അതേതായാലും പോയത് നല്ലത് എന്ന് പിന്നെ എൻ്റെ മനസ്സ് തന്നെ അങ്ങനെ പറഞ്ഞു, അത് വേണ്ട, അത് ശരിയാകത്തില്ലായിരുന്നു എന്നുള്ളത്. അപ്പോഴേ ഞാൻ പിന്നെ വിട്ടു. അപ്പം നമുക്ക് മറ്റേതെങ്കിലുമൊക്കെ വരും. അപ്പം ഇതാണ് ഒരു വലിയൊരു കാര്യം പറയാനായിട്ടുള്ളത്. ഓക്കെ.